ഒരുപാട് സുഹൃത്തുക്കൾക്കുള്ള ഒരു സംശയമാണ് എന്താണ് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ. ഈ ഒരു വാട്സപ്പ് ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഉപയോഗങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്, ഒപ്പം തന്നെ എങ്ങനെ നമുക്ക് വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ ബീറ്റ ടെസ്റ്റർ ആവാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ വഴി തന്നെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും സോൾവ് ആവുന്നതായിരിക്കും. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ Attribution. യു വാച്ചിങ് മലയാളം ടെക് ഫാക്ടറി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. വാട്സപ്പിന് മാത്രമല്ല, പ്ലേ സ്റ്റോറിലുള്ള ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷൻസിനും ബീറ്റ വെർഷൻസ് അവൈലബിൾ ആണ്. ഈ ഒരു ബീറ്റ വെർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, നമ്മളെല്ലാവരും പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ഒഫീഷ്യൽ വെർഷനാണ്. ഈ ഒരു ഒഫീഷ്യൽ വെർഷനാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഏതൊരു ആപ്ലിക്കേഷൻ കമ്പനി ആയിരുന്നാലും അവരുടെ ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ അവരൊന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കും. എന്നിട്ട് അത് 100% വിജയമാണെങ്കിൽ മാത്രമേ അത് അവരുടെ ഒഫീഷ്യൽ വെർഷനിൽ നമുക്കെല്ലാവർക്കും പ്ലേ സ്റ്റോർ വഴി അപ്ഡേഷനായിട്ട് നൽകുകയുള്ളൂ. ഇങ്ങനെ ആപ്ലിക്കേഷൻ കമ്പനികൾ തങ്ങളുടെ ഒഫീഷ്യൽ വെർഷനിലെ അപ്ഡേറ്റ് വഴി പുതുതായിട്ട് നൽകാൻ പോകുന്ന ഫ്യൂച്ചറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് പേർക്ക് മാത്രം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബീറ്റ വേർഷൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് വാട്സപ്പിൻ്റെ ബീറ്റ വേർഷനും. ഇപ്പോൾ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ വേർഷനിൽ എന്ത് തരത്തിലുള്ള പുതുതായിട്ടുള്ള ഫീച്ചേഴ്സ് അവർ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് നാൾ മുമ്പ് തന്നെ അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുകയും ആ ഒരു പരീക്ഷണം വിജയിക്കുന്നെങ്കിൽ മാത്രമേ ഒഫീഷ്യൽ വേർഷനിൽ നമുക്ക് എല്ലാവർക്കുമായിട്ട് വാട്സപ്പ് അപ്ഡേഷൻ വഴി ഈ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് നൽകുകയുള്ളൂ. ഇനി ഈ ഒരു വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതായത് ഇപ്പം നമ്മുടെ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ വേർഷനിലെ പുതിയ അപ്ഡേഷൻ വഴി ഏതൊരു ഫ്യൂച്ചർ നമുക്ക് പുതുതായി ലഭിച്ചാലും ആ ഒരു ഫ്യൂച്ചർ നമുക്ക് ലഭിക്കുന്നതിനെക്കാട്ടിയും കുറേ നാൾ മുമ്പ് തന്നെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ആ ഒരു ഫ്യൂച്ചർ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഏതൊരു പുതിയ ഫ്യൂച്ചറും എൻജോയ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നവർക്കാണ്. അപ്പം ഇത് തന്നെയാണ് ഈ ഒരു ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും നല്ല ഉപയോഗവും. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ വഴി ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ്. അതായത് എങ്ങനെ നമുക്ക് വാട്സപ്പിൻ്റെ ബീറ്റ ടെസ്റ്റർ ആവാമെന്നും ഒപ്പം തന്നെ ഈ ഒരു വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ നമുക്ക് എങ്ങനെ പ്ലേ സ്റ്റോർ വഴി തന്നെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ സാധാരണഗതിയിൽ പ്ലേ സ്റ്റോറിൽ പോയി ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കുക എന്നുള്ളത് വാട്സപ്പ് ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്ന് പറഞ്ഞായിരിക്കും. അതുകൊണ്ട് തന്നെ പല സുഹൃത്തുക്കളും എക്സ്റ്റേണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ വഴിയും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ ആയിരിക്കും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കായാലും പ്ലേ സ്റ്റോർ വഴി തന്നെ വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഒപ്പം തന്നെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ്റെ തന്നെ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ ഒരു രീതിയിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ബീറ്റ വെർഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കൂടുതലെന്ന് പറയുന്നില്ല, നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നോക്കാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരിക്കലും ഈ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ചാടിക്കയറി ഡൗൺലോഡ് ചെയ്യരുത്. അതിനുശേഷം ഞാനൊരു ചെറിയ കാര്യം പറയുന്നുണ്ട്, അതും കൂടി നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് താഴെ പോയി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ വാട്സപ്പ് ബീറ്റ വെർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ വാട്സപ്പ് ബീറ്റ ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ഒരു സെർച്ച് റിസൾട്ട് വരുന്നത് കാണാൻ സാധിക്കും. ആ ഒരു സെർച്ച് റിസൾട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ബിക്കം എ ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ബിക്കം എ ടെസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടേതായിട്ടുള്ള മറ്റൊരു ഇൻ്റർഫേസിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ കളറിൽ ഡൗൺലോഡ് ഇറ്റ് ഓൺ ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുകയായിരിക്കും. അവിടെ കാണുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ വാട്സപ്പ് ബീറ്റ വാട്സപ്പിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ വഴി തന്നെ നമുക്ക് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പാണല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾ ഈ ഒരു രീതിയിൽ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബീറ്റ ടെസ്റ്റർ ആവാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 4-5 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ഫുൾ ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് വീണ്ടും ഒന്ന് സെർച്ച് ചെയ്തൊന്ന് കയറി നോക്കുക. ഉറപ്പായിട്ടും 4-5 പ്രാവശ്യം ട്രൈ ചെയ്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ബീറ്റ ടെസ്റ്റർ ആവാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരികയും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി തന്നെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ഇഷ്ടമാണെങ്കിൽ താഴെ പോയി ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും ഗൈസ്. അപ്പം ഇതിന് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആദിജേസ് പിള്ള സൈനിങ് ഔട്ട്.